അൺഡിമാർക്കേറ്റഡ് ബോർഡേഴ്സിന്റെ ഒരു ഇഷ്യൂ ആണ്. അത് കണ്ടിന്യൂ ചെയ്യും. ടിബറ്റ് ആണോ അത് നമ്മൾ പറഞ്ഞത് ഇഗ്നൈറ്റ് ചെയ്തത്? അതെ, ടിബറ്റ് ഒട്ട് തോന്നുന്നു. അത് മാത്രമല്ല അതിനൊരു പണ്ടൊരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ട് ശ്രീലിയോ. അതായത് ഇന്ത്യയും അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവാനുള്ള പരിഹാരം ഇപ്പോൾ ഉടനെ എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുമെന്ന്. കാരണം രണ്ട് രാജ്യങ്ങളും ബോർഡർ നമ്മൾ എഗ്രി ചെയ്യത്തില്ല. കാരണം നമ്മൾ ഈ നമ്മുടെ ഇപ്പോഴത്തെ ലഡാക്ക് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ അവര് തിബത്തിന് വിട്ടുകൊടുക്കാനോ അല്ല, നമ്മളിപ്പോൾ തിബത്തിനെ നമ്മൾ എന്താ പറഞ്ഞ ഒരു അവർ ചൈനയുടെ ഭാഗമാണെന്ന് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് ഇപ്പോൾ സൗത്ത് തിബത്ത് എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശ് വേണമെന്നൊക്കെ ഉള്ളത് അതൊന്നും നമ്മൾ ഒരിക്കലും നടക്കാൻ പോകുന്നത്. അപ്പം ഡിസ്പ്യൂട്ട് അവിടെ കാണും. പക്ഷെ ഡിസ്പ്യൂട്ടിനെ ഒരു കോൺഫ്ലിക്റ്റ് ആക്കി മാറ്റരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇപ്പോഴത്തെ ഇത്. അപ്പം ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അവിടെ. ചൈനയിൽ നിന്ന് അപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ പാകിസ്ഥാനുമായുള്ള ബോർഡർ കൂടുതൽ സങ്കീർണമാകുന്നുണ്ടോ? കാരണം പാകിസ്ഥാൻ അവർക്ക് തന്നെ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവർക്ക് ഇന്റേണലി ഒരുപാട് വിഷയമുണ്ട്. ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനുമായ പ്രശ്നം, ബലൂച്ച് മേഖലയിലെ പ്രക്ഷോഭം. ആക്ച്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാനുമായും അവർക്ക് നല്ല ബന്ധം ആയിരുന്നില്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ പാക് ബോർഡർ അത് എങ്ങനെയാവാനാണ് സാധ്യത? കാരണം ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? അതെ, തീർച്ചയായിട്ടും അത് വലിയ നല്ലൊരു ചോദ്യമാണ്. കാരണം എക്കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഉടനെ ഈ ബോർഡേഴ്സിൽ എന്തെങ്കിലും ചെയ്യും. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉള്ളിൽ പഹൽഗാം തന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു. അസീം മുനീർ എന്നുള്ള ഒരു സൈന്യ തലവന് ഇത് പ്രൈമസി കിട്ടാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ്. അതിനെ സക്സസ്ഫുൾ ആയി. ആ രീതിയിൽ നോക്കുമ്പം ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഡെഫിനറ്റ്ലി എക്കാലത്തും ഒരു ടെൻസ് ബോർഡറാണ്. ഇപ്പോഴും അത് അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഇപ്പോൾ നമ്മളെ കൺട്രോൾ ഉണ്ട് അവിടെ. അതായത് നമ്മൾ വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷണലി ഒരു ബാലൻസ് ഉള്ള ഒരു ഏരിയ ആണ്. പക്ഷെ ഞാൻ കാണുന്നത് പാകിസ്ഥാന്റെ ഉള്ളിലെ പ്രശ്നമാണ്. അങ്ങ് പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ ഉള്ളിൽ ധാരാളം പ്രശ്നമുണ്ട്. ബലൂചിസ്ഥാൻ കത്തുകയാണ്. ഇന്നലെ മെനഞ്ഞാന്നാണ് അവിടുത്തെ ഒരു ട്രെയിൻ തന്നെ അവർ കൊണ്ട് ചെയ്തത്, ആക്രമിച്ചു. അതെ. അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ആളുകൾ, പ്രത്യേകിച്ച് താലിബാൻ, അവർ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഭരണകൂടമായിട്ട് തലതിരിഞ്ഞ് നിൽക്കുകയാണ്. അവർക്ക് ഏത് രീതിയിൽ അവർ പകരം ചോദിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതല്ലാതെ ഉള്ളിൽ ധാരാളം പ്രശ്നമുണ്ട്. പിന്നെ അതല്ലാത്ത കുറെ അജ്ഞാത ഷൂട്ടേഴ്സ് അവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. അവർ ആരൊക്കെയാണ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഡെഫിനറ്റ്ലി അവർ കുറെ ടെററിസ്റ്റിനൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു ഇഷ്യൂ അവിടെ ഉണ്ട്. അപ്പം അതൊരു വിഷയം. അവരുടെ വെടിയേറ്റ് ഇന്ത്യയുടെ നോട്ടപ്പുള്ളി, ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള തീവ്രവാദികളൊക്കെ എനിക്കൊന്നും എന്തോ യാദൃച്ഛികമായിരിക്കും ചിലപ്പോൾ. അത് എല്ലാ ഇന്ത്യയുടെ ഒഫീഷ്യലി എനിക്കൊന്നും അത് കൺഫേം ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ത്രെട്ടും ഉണ്ട്. പിന്നെ അവരുടെ ആഭ്യന്തരമായിട്ടുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. അവരുടെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള നേതാവ് ജയിലിലാണ്. ഇമ്രാൻഖാൻ ജയിലിലാണ്. അപ്പം എന്നിട്ട് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു തലവൻ, അതായത് ഫീൽഡ് മാർഷൽ അസീം മുനീർ, അദ്ദേഹം പുറത്ത് ഇപ്പോൾ ഏറ്റവും ഫുൾ കൺട്രോൾ അദ്ദേഹത്തിലാണ്. അതായത് ഒരു കൂ ചെയ്യാതെ തന്നെ അദ്ദേഹം കൺട്രോളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക അവസ്ഥ വളരെ ദയനീയമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അവർ ചിലപ്പം എന്തും ചെയ്യാനുള്ളൊരു മടി കാണിക്കത്തില്ല എന്നും കൂടെ നമ്മളത് ആ ഒരു കരുതൽ കരുതിയിരിക്കണം.